മക്കളെ നമ്മൾ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് ആയിരുന്നല്ലേ പഠിച്ചുകൊണ്ടിരുന്നത്. ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ചേഞ്ചസ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. അതിനകത്ത് നമ്മൾ ഫിസിക്കൽ ചേഞ്ചസ് പഠിച്ചല്ലേ. എങ്ങനെയായിരുന്നു ഫിസിക്കൽ ചേഞ്ച് ഉണ്ടായിട്ടുണ്ടായിരുന്നത്? ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിലായിരുന്നു നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാ? സൈസ് ഉണ്ട്, ഷേപ്പ് ഉണ്ട്, കളർ ഉണ്ട്, അല്ലെ, മാറ്ററിന്റെ സ്റ്റേറ്റ് ഉണ്ട്. ഇതൊക്കെയാണ് ഫിസിക്കൽ ചേഞ്ച്. ഇതിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടെങ്കിലാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞത്. ആൻഡ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മള് മെൽറ്റിംഗ് ഓഫ് ഐസ് പഠിച്ചു അല്ലെ. പിന്നെന്താ പഠിച്ചത്? ഒരുപാട് എക്സാമ്പിൾ പഠിച്ചല്ലോ അല്ലെ. ഇവാപ്പറേഷൻ ഓഫ് വാട്ടർ പഠിച്ചു. അങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് നമ്മൾ ഫിസിക്കൽ ചേഞ്ചിനകത്ത് കണ്ടു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ചേഞ്ച് ആണ്, ദാറ്റ് ഈസ് കെമിക്കൽ ചേഞ്ചസ്. ഓക്കെ, നമ്മൾ ഇനി കെമിക്കൽ ചേഞ്ചസ് ആണ് പഠിക്കാൻ പോകുന്നത്. കെമിക്കൽ ചേഞ്ചസിന്റെ എക്സാമ്പിളില് എപ്പോഴും നോക്കിയാലും ഇതെന്താ നിങ്ങൾ ബോർഡിൽ കാണുന്നത്? ബോർഡിൽ എന്താ കാണുന്നത്? ബേണിംഗ് ഓഫ് വുഡ് ആണ് അല്ലേ. ഓക്കെ, ബേണിംഗ് ഓഫ് വുഡ് ആണ് നിങ്ങൾ ബോർഡിൽ കാണുന്നത്. ഈ ബേണിംഗ് ഓഫ് വുഡിൽ എന്താ സംഭവിക്കുന്നത്? എപ്പോഴും ബേണിംഗ് വന്നു കഴിഞ്ഞാൽ, ഒരു സാധനം കത്തിക്കഴിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ കെമിക്കൽ ചേഞ്ച്. ഓക്കെ, എന്തൊരു സാധനവും കത്തുകയാണെങ്കിൽ എന്തായിരിക്കും? കെമിക്കൽ ചേഞ്ച് ആയിരിക്കും. ഇവിടെ നിങ്ങൾ നോക്കിയേ, വുഡ് ഉണ്ട്, വുഡ് കത്തിക്കൊണ്ടിരിക്കുക. വുഡ് കത്തുമ്പം അവിടെ പുതിയൊരു സാധനം ഉണ്ടാവുന്നില്ലേ? എന്താ ഉണ്ടാവുന്നത്? ആഷ് ഉണ്ടാവുന്നുണ്ട് അല്ലെ, ചാരമായിട്ട് മാറുന്നുണ്ട്. സോ ബേണിംഗ് ഓഫ് വുഡില് നമുക്ക് ആഷസ് കിട്ടുന്നുണ്ട് അല്ലെ, പുതിയൊരു പ്രോഡക്റ്റ് കിട്ടുന്നുണ്ട് അല്ലെ. നേരത്തെ നമ്മൾ ഐസ് വെള്ളാക്കി മാറിയപ്പോ പുതിയൊരു സാധനം ഉണ്ടായിട്ടുണ്ടോ? പുതിയ എന്തെങ്കിലും സാധനം ഉണ്ടായിട്ടുണ്ടോ? ഇല്ല അല്ലെ. അത് ഫിസിക്കൽ ചേഞ്ചാ. ഇവിടെ കെമിക്കൽ ചേഞ്ചില് നമുക്ക് പുതിയ ആൾക്കാരെ കിട്ടുന്നുണ്ട് അല്ലെ. സോ ദിസ് ഇസ് എ കെമിക്കൽ ചേഞ്ച്. പിന്നെയോ, പിന്നെ എന്താ സംഭവിക്കുന്നത്? ഈ ഉണ്ടായിരിക്കുന്ന ചാര ഇല്ലേടാ, ഈ ആഷസ് ഇല്ലേടാ, ഈ ആഷസിനെ എനിക്ക് തിരിച്ച് പഴയ ഫോമിലേക്ക് മാറ്റാൻ പറ്റുമോ? തിരിച്ച് ഈ ആഷസിനെ എനിക്ക് തിരിച്ച് പഴയ ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ കത്തിക്കാനെടുത്ത വുഡാക്കി മാറ്റാൻ പറ്റുമോ? വുഡാക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല, മാറ്റാൻ പറ്റില്ല. സോ എന്താണ് ഇത്? ഈ ബേണിംഗ് എന്ന് പറയുന്നത് എന്താടാ? ദിസ് ഈസ് ഇറിവേഴ്സിബിൾ അല്ലെ. ഇറിവേഴ്സിബിൾ ആണ് അല്ലെ. ഇപ്പൊ ബേണിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് ഇറിവേഴ്സിബിൾ ആണ് അല്ലെ. സോ ബേണിംഗ് ഓഫ് വുഡ് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച് ആണ്. ഇവിടെ പുതുതായിട്ട് ആഷസ് ഫോം ചെയ്യുന്നുണ്ട് അല്ലെ, ആഷസ് ഫോം ചെയ്യുന്നുണ്ട്. ആൻഡ് എനിക്ക് പഴയ വുഡ് ആക്കിയിട്ട് കത്തിക്കഴിഞ്ഞതിന് ശേഷം വീണ്ടും പഴയ വുഡ് ആക്കിയിട്ട് മാറ്റാനും പറ്റില്ല. ഓക്കെ, ഇതെന്താടാ സംഭവിച്ചിരിക്കുന്നത്? ഇതെന്താ ഇമേജ്? ഇതാണ് റസ്റ്റിംഗ് ഓഫ് അയൺ ട്ടോ. ഇരുമ്പ് തുരുമ്പിക്കുന്നതിനെ നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയാം. ഓക്കെ, ഇരുമ്പ് എന്താവുക? തുരുമ്പിക്കുക. അതിനാണ് നമ്മൾ റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കാണുന്ന അയൺ എന്ന് പറയുന്നത് ഒരു മെറ്റൽ ആണ്. അയൺ ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഒരു അപ്പിയറൻസ് ആയിരിക്കും. കുറെ സമയം കഴിയുമ്പോൾ നമ്മൾ പുറത്തേക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഈ അറ്റ്മോസ്ഫിയറിൽ എന്തുണ്ട്? വെള്ളമുണ്ട്, വാട്ടർ ഉണ്ട്, പിന്നെ എന്തുണ്ട്? ഓക്സിജൻ ഒക്കെ ഇല്ലേ? ഇതൊക്കെ ആയിട്ട് അറ്റ്മോസ്ഫിയർ ആയിട്ട് കുറെ നേരം നിങ്ങൾ കണ്ടിട്ടില്ലേ ഈ സൈക്കിളിന്റെ പോർഷൻ ഒക്കെ തുരുമ്പിക്കുന്ന, കുറെ കാലം ഉപയോഗിക്കാതിരിക്കുന്ന സൈക്കിളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അല്ലെ. തുരുമ്പിക്കുന്ന കാണുന്നില്ലേ? ആ തുരുമ്പിക്കുന്നതിനാണ് നമ്മൾ റെസ്റ്റിംഗ് എന്ന് പറയുക. ഓക്കെ, ആ തുരുമ്പിക്കുന്നതിനാണ് നമ്മൾ റെസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു പോർഷൻ നമ്മൾ ഒരുപാട് നേരം ഉപയോഗിക്കാതെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അയേൺ എന്ത് സംഭവിക്കും? റെസ്റ്റിംഗ് ഉണ്ടാവും. ഈ ഫ്രഷ് ആയിട്ട് ഭയങ്കര ഷൈനിങ് ആയിട്ടുള്ള ഈ അയേൺ എന്തായിട്ട് മാറും? എന്തായിട്ട് മാറും? ബ്രൗണിഷ് കളറിൽ വരും അല്ലെ. ഒരു ബ്രൗണിഷ് കോട്ടിങ് ഇതിന് വരും. ഈ ഷൈനി ആയിട്ടുള്ള ഈ അയണ് ഒരു ബ്രൗണിഷ് കോട്ടിങ് വരും. അതിനെയാണ് റെസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പം റെസ്റ്റിംഗ് ഓഫ് അയൺ സംഭവിച്ചു. പുതിയൊരു സാധനമല്ലേ ഉണ്ടായിരിക്കുന്നത് അല്ലെ. പഴയൊരു അയൺ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ഒരു ബ്രൗണിഷ് ആയിട്ട് ഒരു ലെയർ വന്നു, ഒരു സംഭവമായി, ബ്രൗൺ കളറായിട്ട് മാറി. പുതിയ ആൾക്കാരായിട്ടല്ലേ മാറിയത്? പുതിയ ആൾക്കാരായിട്ട് മാറി. ആൻഡ് തുരുമ്പിച്ച സാധനത്തിനെ, റസ്റ്റിംഗ് സംഭവിച്ച സാധനത്തിനെ എനിക്ക് മാറ്റി പഴയ പോലത്തെ നല്ല ഷൈനിങ് ആയിട്ടുള്ള അയേൺ ആക്കി മാറ്റാൻ പറ്റുമോ? ഇല്ല. അപ്പം റസ്റ്റിംഗ് സംഭവിച്ച ആളെ എനിക്ക് തിരിച്ച് നല്ലൊരു അയേൺ ആക്കിയിട്ട് മാറ്റാൻ വേണ്ടി പറ്റില്ല. സോ ദിസ് വാസ് ആൻ
ഇറിവേഴ്സിബിൾ അല്ലെ. ദിസ് ഈസ് ഇറിവേഴ്സിബിൾ. പിന്നെയോ പുതിയ ആൾക്കാരും ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. ബ്രൗൺ കളറില് പുതിയ ആൾക്കാരും ഫോം ചെയ്യുന്നുണ്ട്. അതാണ് റെസ്റ്റിംഗ് ഓഫ് അയൺ. അപ്പം ബേണിംഗ് ഓഫ് വുഡ് പറഞ്ഞു, റെസ്റ്റിംഗ് ഓഫ് അയണും നമ്മൾ പറഞ്ഞു. നെക്സ്റ്റ് നിങ്ങൾ കണ്ടോടാ, ഇതെന്താടാ? ഇതൊരു പച്ചപ്പഴ അല്ലെ, അൺറൈപ്പൻഡ് ആയിട്ടുള്ള പച്ചപ്പഴ അല്ലെ. കുറെ കഴിയുമ്പം ഈ പഴത്തിന് ചേഞ്ച് സംഭവിക്കും. കുറെ ദിവസം കഴിയുമ്പോൾ എന്ത് ചെയ്യും? ഈ പഴത്തിന് ചേഞ്ച് സംഭവിച്ചിട്ട് ഇത് പച്ച കളറൊക്കെ മാറി 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 ഇത് പഴുത്ത പഴമായിട്ട് മാറി അല്ലെ. ഇത് പച്ചപ്പഴം മാറിയിട്ട് പഴുത്ത റൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് ആയിട്ട് മാറി അല്ലെ. റൈപ്പൻഡ് ബനാനയായിട്ട് മാറി. റൈപ്പനിങ് ഓഫ് ബനാന അല്ലേ ഇത് അല്ലെ. റൈപ്പനിങ് ഓഫ് ബനാന, അതായത് പഴയ പച്ച കളറിലുള്ള ഫ്രൂട്ട്, അൺറൈപ്പൻഡ് ആയിട്ടുള്ള ഫ്രൂട്ട് പഴുത്തിട്ട് മാറി അല്ലെ, പുതിയ ആളായിട്ട് മാറി. പച്ച ആളല്ല അല്ലെ പുതിയ ആള്. ആൻഡ് ഓൾസോ ഒരു കാര്യമുണ്ട്, എനിക്ക് ഈ പുതിയ ഈ പഴുത്ത പഴത്തിനെ മാറ്റിയിട്ട് എനിക്കിപ്പൊ പച്ചപ്പഴാക്കാൻ വേണ്ടി പറ്റുവോടാ? പറ്റുവോ? ഇല്ല അല്ലെ. പഴം പഴുത്തു പോയി അല്ലെ, പഴം പഴുത്തതാ. ഇനിയിപ്പം അതിനെ പച്ചയാക്കാൻ വേണ്ടി പറ്റില്ല. സോ ഇത് എന്താണ്ടാ? ഇറിവേഴ്സിബിൾ അല്ലേടാ. ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് എന്താ നിങ്ങൾ കാണുന്നത്? നല്ല ഭംഗിയുള്ള നല്ല വിശന്നിരിക്കുമ്പോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ആപ്പിൾ ഉണ്ട് അല്ലെ. ഒരു സൈഡില് നല്ല ആപ്പിൾ ഉണ്ട് അല്ലെ. ആൻഡ് നിങ്ങൾ വേറൊരു സ്ഥലത്ത് എന്താ കാണുന്നത്? സ്പോയിൽഡ് ആയിട്ടുള്ള ആപ്പിൾ അല്ലെ. എന്താ? റോട്ടൺ ആയിട്ടുള്ള, ചീത്തയായിട്ടുള്ള എന്താണുള്ളത്? ആപ്പിൾ ആണുള്ളത് അല്ലെ. അപ്പം ഫ്രഷ് ആയിട്ടുള്ള ആപ്പിളും ഉണ്ട്, റോട്ടൺ ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പോയിൽഡ് ആയിട്ടുള്ള ആപ്പിളും ഉണ്ട് അല്ലെ. അപ്പം ഇതിലെന്താ? ഒരു പുതിയ ആൾക്കാരൊക്കെ ഉണ്ടാവുന്നുണ്ട് അല്ലെ. ഇതാവുമ്പോ ഒരു പുതിയ കോട്ടിങ്ങും ഈ എന്താ പറയാ ചീത്തയായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഓൾസോ എനിക്ക് ഈ പുതിയ ഫ്രൂട്ടിനെ, ലൈക്ക് ഈ റോട്ടൺ ആയിട്ടുള്ള സ്പോയിൽഡ് ഫുഡ് അല്ലേടാ ഇത്. ഈ സ്പോയിൽഡ് ഫുഡിനെ എനിക്ക് തിരിച്ച് പഴയ നമ്മുടെ ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ ആക്കാൻ വേണ്ടി പറ്റുവോടാ? പറ്റില്ല അല്ലെ. അപ്പൊ നമുക്ക് ഇതെന്താടാ? ഇറിവേഴ്സിബിൾ അല്ലേ ഇത്. സോ ഇത് ഇറിവേഴ്സിബിൾ ആണ്. ഫ്രഷ് ആയിട്ടുള്ള ആപ്പിൾ മാറിയിട്ട് സ്പോയിൽഡ് ഫുഡായിട്ട് മാറിയിട്ടുണ്ട്. ആൻഡ് സ്പോയിൽഡ് ഫുഡ് ആയപ്പം ഇതിനകത്ത് പുതിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട്. ഓൾസോ എനിക്കിതിനെ തിരിച്ച് പഴയ ഫ്രഷ് ഫുഡാക്കി മാറ്റാൻ വേണ്ടി പറ്റില്ല. ദിസ് ഈസ് ഇറിവേഴ്സിബിൾ അല്ലെ. ഇറിവേഴ്സിബിൾ ആണ്. അപ്പം എന്താ കെമിക്കൽ ചേഞ്ച്? ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതെല്ലാം എന്താണ്? കെമിക്കൽ ചേഞ്ചസ് സംഭവിച്ചിട്ടുള്ള ആൾക്കാരാണ് കെമിക്കൽ ചേഞ്ചസിന് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞതൊക്കെ. ഓക്കെ, a change in which one or more new substances are formed is called a chemical change. Okay, one or more new substances form ചെയ്യുന്നുണ്ടെങ്കിൽ, പുതിയ ആൾക്കാരെ ഫോം ചെയ്യുന്നില്ലേടാ. വുഡ് ബേൺ ചെയ്തപ്പം ആഷസ് കിട്ടി അല്ലെ. വുഡ് ബേൺ ചെയ്തപ്പം ആഷസ് കിട്ടി. ഫുഡ് റൈപ്പൻഡ് ആയപ്പം പഴുത്ത പഴമായിട്ട് മാറി അല്ലെ. പുതിയ ആൾക്കാരെ ഫോം ചെയ്തു അല്ലെ. അങ്ങനെ പുതിയ ആൾക്കാര്, കേർഡ്ലിംഗ് ഓഫ് മിൽക്ക് മാറിയിട്ട് തൈരായിട്ട് മാറുക. അപ്പൊ എന്താ? പുതിയ ആൾക്കാരാ. തൈര് എന്ന് പറയുന്ന പുതിയ ആളല്ലേ. അപ്പൊ പുതിയ ആൾക്കാരെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ പ്ലസ് നമുക്ക് അവരെ തിരിച്ചു മറ്റേ ആൾക്കാരാക്കി മാറ്റാനും പറ്റില്ല ഇൻ ജനറൽ. ഓക്കെ, അങ്ങനെ മാറ്റാൻ പറ്റാത്ത ചേഞ്ചസിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ പെർമനന്റ് ചേഞ്ച് എന്ന് പറയാം. എന്താ പറയാ? കെമിക്കൽ ചേഞ്ച് അല്ലെങ്കിൽ പെർമനന്റ് ചേഞ്ചസ് എന്ന് പറയാം. എ കെമിക്കൽ ചേഞ്ച് is also called a chemical reaction. ഓക്കെ, ഒരു കെമിക്കൽ ചേഞ്ചിനെ തന്നെയാണ് നമ്മൾ കെമിക്കൽ റിയാക്ഷൻ എന്നും പറയാം. ഇറ്റ് ഈസ് ഇറിവേഴ്സിബിൾ അല്ലെ. ഇറിവേഴ്സിബിൾ ആണ്. ഞാൻ പറഞ്ഞു വുഡ് ബേൺ ചെയ്തിട്ട് ആഷ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആഷിനെ നമുക്ക് വീണ്ടും തിരിച്ചിട്ട് വുഡ് ആക്കാൻ വേണ്ടി പറ്റില്ല. പക്ഷെ ഫിസിക്കൽ ചേഞ്ച് എങ്ങനെയായിരുന്നടാ? ഫിസിക്കൽ ചേഞ്ച് എങ്ങനെയായിരുന്നു? ഐസിനെ വെള്ളമാക്കി കഴിഞ്ഞു, വെള്ളത്തിനെ നമുക്ക് തിരിച്ച് ഐസ് ആക്കാനും പറ്റും. പുതിയ ആൾക്കാരൊന്നും അവിടെ ഫോം ചെയ്യുന്നില്ല. സോ അതാണ് ഫിസിക്കൽ ചേഞ്ച്. പക്ഷെ കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പുതിയ ആൾക്കാർ ഫോം ചെയ്യുകയും ചെയ്യും, നമുക്ക് ഇറിവേഴ്സിബിൾ ആയിരിക്കും, നമുക്ക് തിരിച്ച് പഴയ സ്റ്റേറ്റിലേക്ക് മാറ്റാൻ വേണ്ടി പറ്റുകയുമില്ല. ഓക്കെ, ഇനി ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ ഇത് നിങ്ങൾക്ക് ഓർക്കണമെങ്കിൽ നിങ്ങൾ ആലോചിച്ചാൽ മതി.
ഒരു കെമിക്കൽ ചേഞ്ച് നടക്കുകയാണെങ്കിൽ അവിടെ നിങ്ങൾ ഒരു ഉത്സവപ്പറമ്പിലേക്ക് പോകുന്ന ഒരു ഇമാജിൻ ചെയ്താൽ മതി. ഉത്സവപ്പറമ്പിൽ ശരിക്കും പറഞ്ഞാൽ കെമിസ്ട്രിയാണ് അവിടെ വർക്കാവുന്നത്. ഓക്കെ, ഉത്സവപ്പറമ്പിൽ എന്തുണ്ടാവും? ഇവിടെ പടക്കമൊക്കെ പൊട്ടും അല്ലെ, എന്താ വലിയ വലിയ വെടിക്കെട്ടുകളൊക്കെ ഉണ്ടാവും അല്ലെ. ആ ഒരു വെടിക്കെട്ടുകൾ എന്ന് പറയുന്നത് അവിടെയൊക്കെ എന്താണ്? ചേഞ്ചസ് അല്ലേ നടക്കുന്നത്? അവിടെയും ചേഞ്ചസ് അല്ലേ നടക്കുന്നത്? എന്തൊക്കെ അവിടെ ഉണ്ടാവുന്നുണ്ട്? അവിടെ എന്തൊക്കെ ഉണ്ടാവുന്നുണ്ട്? ഹീറ്റ്, ലൈറ്റ് ഓർ എനി അതർ റേഡിയേഷൻ മേ ബി ഗിവൺ ഓഫ് ഓർ അബ്സോർബ്ഡ്. ഓക്കെ, ഹീറ്റിന്റെ ഫോമിലോ ലൈറ്റിന്റെ ഫോമിലോ ഒക്കെ ആയിട്ട് നിങ്ങൾ ആലോചിച്ചാൽ മതി. ആ ഒരു ലൈറ്റ് ഒക്കെ കാണാൻ പറ്റുന്നില്ലേ? അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഹീറ്റ്, ലൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ റേഡിയേഷൻസ്. ഹീറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്, ലൈറ്റ് എന്ന് പറയുന്ന ഒരു എനർജിയാണ്. ഈ ഹീറ്റോ ലൈറ്റോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും റേഡിയേഷൻസ് ഒന്നില്ലെങ്കിൽ അബ്സോർബ് ആവും അല്ലെങ്കിൽ ഗിവൺ ഓഫ്. ഒന്നില് അബ്സോർബ് ചെയ്യും അല്ലെങ്കിൽ പുറത്തേക്ക് വിടും. ഓക്കെ, ഒന്നില്ലേ ഹീറ്റ് ലൈറ്റ് ഒക്കെ ആയിട്ട് പുറത്തേക്ക് വിടും, അല്ല ഇതിനെയൊക്കെ എന്ത് ചെയ്യും? അബ്സോർബ് ചെയ്യും. കെമിക്കൽ ചേഞ്ചില്, കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താ? കെമിക്കൽ റിയാക്ഷനെ തന്നെയാ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാ അല്ലെ. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കെമിക്കൽ റിയാക്ഷൻ ആണ്. കെമിക്കൽ റിയാക്ഷനെ തന്നെയാണ് നമ്മള് കെമിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ആൻഡ് സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്ഡ് അല്ലെ. നല്ല ശബ്ദം ഉണ്ടാവും അല്ലെ, സൗണ്ട് പ്രൊഡ്യൂസ്. വെടിക്കെട്ടിന്റെ സൗണ്ട് ഉണ്ടാവില്ലേടാ, സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. എ ചേഞ്ച് ഇൻ സ്മെൽ മേ ടേക്ക് പ്ലേസ്. ഒരു സ്മെല്ലിലൊക്കെ ചെറിയ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പം ചേഞ്ച് ഇൻ സ്മെൽ ഉണ്ടാവും. ഓർ ന്യൂ സ്മെൽ മേ ബി ഗിവൺ ഓഫ്. അല്ലെങ്കിൽ പുതിയൊരു സ്മെല്ല് വരും. ഒന്നില്ലെങ്കിൽ ഓൾറെഡി ഉള്ളൊരു സ്മെല്ല് ഉണ്ടാവും അല്ലെ. ഏതെങ്കിലും ഒരു ആസിഡ് ഒക്കെ ആണെങ്കിലും ആ ആസിഡിന് ഒരു സ്മെല്ല് ഉണ്ടാവും. കുറച്ച് കെമിക്കൽ റിയാക്ഷൻ ഒക്കെ നടന്നു കഴിയുമ്പം ആ സ്മെല്ല് വേറെ ആയിട്ട് മാറും. ഓക്കെ, അല്ലെങ്കിൽ പുതുതായിട്ടൊരു സ്മെല്ലൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. അല്ലെങ്കിൽ ഒരു കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. സൊല്യൂഷൻ ഒക്കെ ചെറിയൊരു കളർ ചേഞ്ച് ഒക്കെ ഉണ്ടാവും. നിങ്ങൾ കുറേ റിയാക്ഷൻസ് ഇനി അങ്ങോട്ട് പഠിക്കും. നിങ്ങൾ ഇനി പഠിക്കാൻ പോകുന്നത് മുഴുവൻ എന്താണ്? കെമിസ്ട്രി ആണ്, കെമിക്കൽ റിയാക്ഷൻസ് ആണ് കേട്ടോ. അപ്പൊ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും. സൗണ്ട് വരുന്നൊക്കെ, പോപ്പ് സൗണ്ട് ഒക്കെ കേൾക്കാം. അങ്ങനെ കുറെ സൗണ്ടുകളൊക്കെ നമുക്ക് കേൾക്കാൻ പറ്റും റിയാക്ഷൻസിൽ. പിന്നെ ഗ്യാസ് മേ ബി ഫോംഡ്. ചിലപ്പം ഗ്യാസസ് ഒക്കെ ഉണ്ടാവും. ഓരോ റിയാക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് ബബിളായിട്ട് പോകും. ഇപ്പൊ നിങ്ങള് സോഡ വാട്ടർ ഇല്ലേടാ, സോഡ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് ഇല്ലേ, സോഡ വാട്ടർ പൊട്ടിക്കുമ്പം ബബിളായിട്ട് ഗ്യാസ് പോകുന്നില്ലേ, കാർബൺ ഡൈ ഓക്സൈഡ് പോകുന്നില്ലേ? അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് ആണത്. കാർബൺ ഡൈ ഓക്സൈഡിനെ വെള്ളത്തിലേക്ക് ആക്കി വെച്ചേക്കുക. ഓക്കെ, അങ്ങനെ ബബിൾസ് ആയിട്ട് ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യും. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഒരു കെമിക്കൽ റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു കെമിക്കൽ ചേഞ്ചില് സംഭവിക്കുന്നത്. എന്തൊക്കെ ചേഞ്ചസ് സംഭവിക്കുക ഒരു കെമിക്കലില്? ഒന്നെങ്കിൽ ഹീറ്റ് എനർജി, അല്ലെങ്കിൽ ലൈറ്റ് എനർജി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും റേഡിയേഷൻസ് ഒക്കെ അബ്സോർബ് ചെയ്യോ ഗിവൺ ഓഫ് ചെയ്യും. പിന്നെ എന്താ? ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. സൗണ്ട് മേ ബി പ്രൊഡ്യൂസ്ഡ് അല്ലെ. പിന്നെ സ്മെല്ല്, ഓൾട്ടറേഷൻ സ്മെല്ല്, അല്ലെങ്കിൽ പുതിയ സ്മെല്ല് ഉണ്ടാവും. ഓൾട്ടറേഷൻ ഓഫ് സ്മെല്ല് ഉണ്ടാവും, അല്ലെങ്കിൽ പുതിയ സ്മെല്ല് ഉണ്ടാവും. കളർ ചേഞ്ച്, കളർ നമുക്ക് കണ്ണ് വെച്ചല്ലേ കാണാം. അപ്പൊ കളർ ചേഞ്ച് ഉണ്ടാവും, കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന കളർ ചേഞ്ച് ഉണ്ടാവും. പിന്നെന്താ? ഒരു ഗ്യാസ് മേ ബി ഫോംഡ്. അപ്പം കേൾക്കാൻ പറ്റുന്നത്, മണക്കാൻ പറ്റുന്നത്, കാണാൻ പറ്റുന്നത്, പിന്നെ ഗ്യാസ് ഫോം ചെയ്യുന്നതും ഹീറ്റും ലൈറ്റും. അങ്ങനെ ആലോചിച്ചാൽ മതി കേട്ടോ. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഇത്രയും ചേഞ്ചസ് ആണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ അല്ലേടാ? ഹീറ്റ്, ലൈറ്റ് ഓർ എനി അതർ റേഡിയേഷൻ മേ ബി ഗിവൺ ഓഫ് ഓർ അബ്സോർബ്ഡ്. Sound may be produced. A change in smell may take place or a new smell may be given off. A color change may take place. A gas may be formed. Okay. ഇനി ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള ഒരു ഡിഫറൻസിയേഷൻ, എന്തൊക്കെ വ്യത്യാസമാണ് ഈ രണ്ട് ചേഞ്ച് തമ്മിൽ ഉള്ളത്? ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫിസിക്കലി ഉള്ള ചേഞ്ച് അല്ലെ, അപ്പിയറൻസിലുള്ള ചേഞ്ച് ആണ് അല്ലെ. അപ്പിയറൻസ് ഓർ ഫോം ചേഞ്ചസ്. ഇവിടെ ഫിസിക്കൽ ചേഞ്ചില് നമ്മൾ പറഞ്ഞു പുതിയ സബ്സ്റ്റൻസസ് ഒന്നും എന്ത് ചെയ്യുന്നില്ല, ന്യൂ സബ്സ്റ്റൻസസ് ആർ നോട്ട് ഫോംഡ് അല്ലെ. പുതിയ സബ്സ്റ്റൻസസ് ഒന്നും തന്നെ ഫോം ചെയ്യുന്നില്ല. പിന്നെ എന്താടാ? ജനറലി എന്താ? റിവേഴ്സിബിൾ അല്ലെ. എന്താ ജനറലി എന്ന് പറയുന്നത്? ജനറലി എന്ന് പറയാൻ കാരണം എന്താ? കാരണം പേപ്പർ കട്ട് ചെയ്തു അല്ലെ. പേപ്പർ കട്ട് ചെയ്തു,
എനിക്ക് പഴയ പേപ്പറാക്കി മാറ്റാൻ പറ്റുന്നില്ല അല്ലെ, 4 ഷീറ്റാക്കി മാറ്റുന്നുണ്ടെങ്കിലും ഞാൻ കട്ട് ചെയ്തിട്ട് എനിക്ക് പഴയ സെയിം പേപ്പർ ആക്കാൻ വേണ്ടി പറ്റുന്നില്ല അല്ലെ. പക്ഷെ ഓൾമോസ്റ്റ് ആ പേപ്പറിന്റെ സൈസ് എനിക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ജനറലി റിവേഴ്സിബിൾ എന്ന് പറയുന്നത്. ഓക്കെ, അതിന് കെമിക്കൽ ചേഞ്ച് ആണെങ്കിൽ എന്താ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സബ്സ്റ്റൻസ് ആണ് മാറുക അല്ലെ. അതിന്റെ കെമിക്കൽ പ്രോപ്പർട്ടി മാറും അല്ലെ. റസ്റ്റിംഗ് ഓഫ് അയൺ പറഞ്ഞു. പുതിയൊരാള് വരികയും ചെയ്യാണ്, ആ ഷൈനിങ് അപ്പിയറൻസ് ഒക്കെ മാറി പുതിയ ആള് വരികയല്ലേടാ ചെയ്യുന്നത്, പുതിയൊരാള് വരികയാണ്, അവിടെ പുതിയ സബ്സ്റ്റൻസ് ഫോം ചെയ്യാണ്. ഇറ്റ് ഈസ് ജനറലി ഇറിവേഴ്സിബിൾ ട്ടോ. എനിക്ക് റെസ്റ്റിംഗ് സംഭവിച്ച, തുരുമ്പ് സംഭവിച്ചിട്ടുള്ള അയണിനെ എനിക്ക് മാറ്റി പഴയ പോലെ ആക്കാൻ പറ്റുന്നില്ല അല്ലെ. ഓൾസോ കത്തിപ്പോയ വുഡിനെ എനിക്ക് തിരിച്ച് വീണ്ടും പഴയ ഫ്രഷ് ആയിട്ടുള്ള നല്ല കത്തിക്കാൻ എടുത്ത വുഡാക്കി മാറ്റാൻ പറ്റുന്നില്ല. അപ്പൊ ബേണിംഗ് സംഭവിച്ചു കഴിഞ്ഞ സാധനത്തിനെ നമുക്ക് റിവേഴ്സ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇറ്റ് ഈസ് ജനറലി എന്താ മക്കളെ, ഇറിവേഴ്സിബിൾ ആണ്. ഇതാണ് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും തമ്മിലുള്ള വ്യത്യാസം. ബോർഡിനകത്ത് എന്താണ് ഉള്ളത്, ബേണിംഗ് ഓഫ് എ കാൻഡിൽ ഉണ്ട് അല്ലെ. ബേണിംഗ് ഓഫ് എ കാൻഡിൽ ഉണ്ട് അല്ലെ. ഒരു വിളക്കുണ്ട് കത്തിച്ച് വെച്ചേക്കുന്നത് അല്ലെ. ആ വിളക്ക് കാൻഡില് മെഴുകുതിരി അല്ലെ, മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ബേണിംഗ് എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ച് ആണെന്ന് പറഞ്ഞു അല്ലെ. ആൻഡ് ഈ കാൻഡില് ബേൺ ചെയ്യുമ്പം ഇവിടെ എന്ത് ചേഞ്ച് ആടാ സംഭവിക്കുന്നത്, കാൻഡില് ബേൺ ചെയ്യുമ്പോൾ എന്ത് ചേഞ്ചാ സംഭവിക്കുന്നത്, ഫിസിക്കൽ ആണോ കെമിക്കൽ ആണോ? ഈ കാൻഡില് ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവം, ബേണിംഗ് സംഭവിക്കുന്നില്ലേടാ. ബേണിംഗ് സംഭവിക്കുമ്പോ ഇവിടെ കുറെ വാക്സസ് ഇല്ലേ, ഈ വാക്സ് ഒക്കെ എന്താ ചെയ്യുന്നത്, കത്തുന്നു. കത്തുക എന്ന് പറഞ്ഞാൽ എന്താ, കെമിക്കൽ ചേഞ്ച് അല്ലെ. അപ്പൊ അവിടെ എന്ത് നടക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ച് നടക്കുന്നുണ്ട്. കെമിക്കൽ ചേഞ്ചിന്റെ ഭാഗമായിട്ട് പുതിയ പ്രോഡക്റ്റ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ടോ, പുതിയ ആൾക്കാർ ഉണ്ടാവുന്നുണ്ടല്ലേ. കരി ഉണ്ടാവുന്നില്ലേ, നിങ്ങൾ ഇതിന്റെ മേലെ ഒരു പേപ്പർ വെച്ച് നോക്കിയാൽ മതി കേട്ടോ. ഇതിന്റെ മേലെ ഒരു പേപ്പർ വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും കരി, കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഉണ്ടാവും. അപ്പൊ ഇങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾക്ക് കരി കിട്ടും. ഓക്കെ, ഓൾസോ സൂട്ട് പാർട്ടിക്കിൾസ് അല്ലെ, പൊടിയൊക്കെ ഉണ്ടാവും അല്ലെ, പുകയൊക്കെ ഉണ്ടാവും അല്ലെ. സോ സൂട്ട് പാർട്ടിക്കിൾസും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഈ ബേണിംഗിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നുണ്ട്. സോ എന്താണ്, പുതിയ ആൾക്കാർ ഫോം ചെയ്യുന്നുണ്ട് അല്ലെ. അപ്പൊ അവിടെ എന്ത് ചേഞ്ച് ആടാ, കെമിക്കൽ ചേഞ്ച്. നേരെ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ നിന്ന് കത്തുന്ന വാക്സ് ഇല്ലേടാ, ഈ വാക്സ് മെഴുകുതിരി കത്തുമ്പം ഈ വാക്സ് ഇവിടെ ഇങ്ങനെ താഴേക്ക് ഉരുകി ഒലിക്കുന്നില്ലേ, ഇങ്ങനെ ഉരുകി ഒലിച്ചു വരുന്നില്ലേടാ, ഉരുകി ഒലിച്ച് വരുന്നുണ്ട്. അതെന്താ ഈ വാക്സിന് ഇതൊരു ചേഞ്ച് സംഭവിച്ചു അല്ലെ. ഈ വാക്സിനെ ഞാൻ ചൂടാക്കി എന്ന് വിചാരിക്കുക, കുറച്ചും കൂടി ചൂടാക്കി കഴിഞ്ഞു കഴിഞ്ഞാല് എനിക്ക് എന്ത് കിട്ടും, ഇവിടുന്ന് ഹീറ്റ് ആയിട്ട് ചൂട് മാറിയിട്ട് ഇവിടെയുള്ള സോളിഡ് ആയിട്ടുള്ള കട്ടിയുള്ള സാധനം ഹീറ്റ് തട്ടുമ്പം ലിക്വിഡ് ആയിട്ട് മാറും അല്ലെ. ലിക്വിഡ് ആയിട്ട് ഇങ്ങനെ വെള്ളം പോലെ വന്നിട്ട് ഇവിടെ പറ്റിപ്പിടിച്ച് വീണ്ടും എന്തായി, കട്ടിയിലായിട്ട് മാറും അല്ലെ, സോളിഡ് ആയിട്ട് മാറി. അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് സംഭവിക്കുന്നുണ്ട്. ഞാൻ ഇവിടുന്ന് ചൂടാക്കുകയാണെങ്കിൽ വീണ്ടും അതെന്താവും, മെൽറ്റ് ആവും അല്ലെ. മെൽറ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ട് മാറും. അപ്പൊ ചേഞ്ച് ഓഫ് സ്റ്റേറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട്. പുതിയ ആൾക്കാരൊന്നും അന്നേരം ഫോം ചെയ്യുന്നില്ല അല്ലെ. അപ്പം ഇതിനെ റിവേഴ്സിബിൾ ആക്കി മാറ്റാനും പറ്റുന്നുണ്ട് അല്ലെ, ലിക്വിഡ് ആക്കാനും പറ്റുന്നുണ്ട്, സോളിഡ് ആക്കാനും പറ്റുന്നുണ്ട്. സോ റിവേഴ്സിബിൾ ആക്കി മാറ്റാനും പറ്റുന്നുണ്ട്. അങ്ങനത്തെ ചേഞ്ചസ് ആണ് എന്ത് ചേഞ്ച് ആണ് അത്, ദാറ്റ് ഈസ് ഫിസിക്കൽ ചേഞ്ച് അല്ലെ. അപ്പം ഫിസിക്കൽ ചേഞ്ചും നടക്കുന്നുണ്ട്, കെമിക്കൽ ചേഞ്ചും നടക്കുന്നുണ്ട്. എവിടെ, ബേണിംഗ് ഓഫ് എ കാൻഡിൽ. അപ്പൊ ബേണിംഗ് ഓഫ് എ കാൻഡിൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും ആയിരുന്നു. അപ്പൊ നമ്മൾ എന്തൊക്കെയാ ഡിസ്കസ് ചെയ്തത് ഈ സെഷനിൽ നമ്മൾ കെമിക്കൽ ചേഞ്ചസ് എന്തൊക്കെയാന്നല്ലേ പറഞ്ഞത്, കെമിക്കൽ ചേഞ്ചസിന്റെ എക്സാമ്പിൾ ഒക്കെ പഠിച്ചു അല്ലെ. എന്തൊക്കെയായിരുന്നു, ഇതൊക്കെ കെമിക്കൽ ചേഞ്ചാ അല്ലെ. ബേണിംഗ് ഓഫ് വുഡ്, പുതിയ ആൾക്കാർ ഫോം ചെയ്യുക, ആഷ് ഫോം ചെയ്യുന്നുണ്ട്, റിവേഴ്സിബിളും അല്ല. ഓക്കെ, നെക്സ്റ്റ് റസ്റ്റിംഗ് ഓഫ് അയൺ എന്ന് പറയുന്നത് എന്താ, പുതിയ ആൾക്കാർ ബ്രൗണിഷ് കോട്ട് ഫോം ചെയ്യുന്നുണ്ട്, എന്താ, റിവേഴ്സിബിൾ അല്ല, ഇറിവേഴ്സിബിൾ. ആൻഡ് റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ് അല്ലെ, ഇറിവേഴ്സിബിൾ ആണ്. ഈ സ്പോയിലിംഗ് ഓഫ് ഫുഡ് എന്ന് പറയുന്നതും എന്താണ്, ഇറിവേഴ്സിബിൾ ആണ് അല്ലെ. പുതിയ ആൾക്കാരൊക്കെ ഫോം ചെയ്യുന്നുണ്ട്. ഇങ്ങനത്തെ ചേഞ്ചസിനെയാണ് നമ്മൾ കെമിക്കൽ ചേഞ്ച് എന്ന് പറയാം. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്, അത് ഇറിവേഴ്സിബിളും ആയിരിക്കും.
ആൻഡ് കെമിക്കൽ റിയാക്ഷൻ്റെ അകത്ത് ഒന്നിലെ ഹീറ്റ് അല്ലെങ്കിൽ ലൈറ്റ് അല്ലെങ്കിൽ എന്തെങ്കിലും ഫോം ഓഫ് റേഡിയേഷൻസിന്റെ അബ്സോർപ്ഷനോ എമിഷനോ ഉണ്ടാവുമായിരിക്കും. ആൻഡ് ഓൾസോ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. പിന്നെയോ സ്മെല്ലിന്റെ ചേഞ്ച് അല്ലെങ്കിൽ പുതിയൊരു സ്മെൽ ഉണ്ടാവും, അല്ലെങ്കിൽ കളർ ചേഞ്ച് മേ ടേക്ക് പ്ലേസ്, അല്ലെങ്കിൽ ചിലപ്പം ഗ്യാസസ് ഒക്കെ ഫോം ചെയ്യും. അത് ഓരോ റിയാക്ഷനിലും ഓരോന്നാ വരിക, ഓരോ കെമിക്കൽ റിയാക്ഷനും ഓരോന്നാ വരിക, ഓരോ ചേഞ്ചിനും ഓരോന്നാ വരിക. ഓക്കെ, അത് നമുക്ക് കുറച്ചും കൂടി കഴിയുമ്പോൾ അങ്ങോട്ടേക്ക് പഠിക്കാൻ വേണ്ടി പറ്റും. പിന്നെ ഈ ഒരു കമ്പാരറ്റീവ് ടേബിൾ നമ്മൾ പഠിച്ചു. ആൻഡ് നമ്മൾ ബേണിംഗ് ഓഫ് കാൻഡിൽ എന്ന് പറയുന്നത് ഫിസിക്കൽ ചേഞ്ചും കെമിക്കൽ ചേഞ്ചും കൂടെ ഇൻവോൾവ് ചെയ്യുന്ന രണ്ട് ചേഞ്ചസും നമുക്ക് ഈ കാൻഡിൽ ബേണിംഗ് ചെയ്യുമ്പോൾ കാണാൻ പറ്റും. ആൻഡ് ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത് ഈ സറൗണ്ടിങ്ങിലുള്ള പാർട്ടിക്കിളൊക്കെ മെൽറ്റ് ആയിട്ട് ഇവിടെ വന്ന് സോളിഡ് ആയിട്ട് മാറും. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തിരി കത്തുന്ന സമയത്ത്, ബേൺ ചെയ്യുന്ന സമയത്ത് അവിടെ എന്തുണ്ടാവുന്നുണ്ട്, ആഷസ് ലൈക്ക് സൂട്ട് പാർട്ടിക്കിൾസും കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ ഫോം ചെയ്യുന്നുണ്ട്. അപ്പൊ ബേണിംഗ് എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ച്, പിന്നെ മെൽറ്റിംഗ് ഓഫ് വാക്സ് എന്ന് പറയുന്നത് ഇസ് എ ഫിസിക്കൽ ചേഞ്ച്. ഇത്രയാണ് നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്തത്. ബാക്കി ഈ ചാപ്റ്റർ നമുക്ക് വേറൊരു സെഷനിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ.